നമസ്കാരം. സുൽത്താൻ ബത്തേരി എന്നുള്ള പേര് നിലനിർത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം എങ്ങനെ? അത് നമ്മുടെ നാടിന്റെ സാംസ്കാരിക പൈതൃകത്തെ തള്ളിക്കളയലാണ്. അത് തെമ്മാടിത്തരമല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? നമ്മുടെ സാംസ്കാരിക ധാരയെ തകർക്കലാണ്. തെമ്മാടിത്തരം ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഇവിടെ എന്താ ചോദിക്കാൻ പറയണോ? ആളില്ലേ? അതുകൊണ്ട് സുൽത്താൻ ബത്തേരിയുടെ പേര് അതുകൊണ്ട് ഇപ്പൊ എന്താ? അത് ഗണപതി വട്ടം എന്നുള്ള പേരാക്കി മാറ്റണം സർക്കാർ. എന്നിട്ട് ഗണപതി വട്ടം എന്നുള്ളത് നമ്മുടെ നാടിന്റെ പൈതൃകവും സംസ്കാരവുമായി രൂപപ്പെട്ട പേരാണ്. സത്യമാണോ ഈ പറയുന്നത്? ആ പേര് തന്നെ പുനഃസ്ഥാപിക്കണം എന്ന് ഹിന്ദു ഐക്യവേദി ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ്. വെറുതെ കണഗുണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കാശ്മീർ പാകിസ്ഥാൻ കൊടുത്ത ആ പ്രശ്നം തീർന്നില്ലേ? ഇതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, പോരാട്ടങ്ങൾ ഹിന്ദു ഐക്യവേദി ഏറ്റെടുത്ത് നടത്തും എന്ന് ഇതോടൊപ്പം ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ, സർക്കാരിനെ അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യും. ക്രൂരമായ ആക്രമണമാണ് ടിപ്പുവിന്റെയും ഹൈദറിന്റെയും കാലത്ത് നടത്തിയത്. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. അന്ന് ടിപ്പുവിന്റെ ആക്രമണം നടന്ന സമയത്ത് ഈ ഗണപതിവട്ടം ക്ഷേത്രവും പരിസരവും ടിപ്പു തങ്ങളുടെ ആസ്ഥാനമായിട്ട് നിശ്ചയിച്ചു. ഭയങ്കരം തന്നെ. ടിപ്പുവിന്റെ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നത് ഇവിടെയാണ്. അപ്പോൾ ടിപ്പു സുൽത്താൻ ആയുധങ്ങൾ സൂക്ഷിച്ച സ്ഥലം എന്നുള്ള അടിസ്ഥാനത്തിൽ അവരെ ഇതിനെ സുൽത്താൻ ബാറ്ററി എന്നുള്ള പേരിൽ വിളിക്കാൻ തുടങ്ങി. എല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഇനി രക്ഷയില്ല, നമ്മൾ അവസാനം അടുത്തു. ആ സുൽത്താൻ ബാറ്ററിയാണ് പറഞ്ഞ് പിന്നീട് സുൽത്താൻ ബത്തേരിയായിട്ട് മാറിയത്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? തീർന്ന് ഇതോടെ തീർന്നു കിട്ടിയാൽ എല്ലാ പ്രശ്നവും തീർന്നു. വയനാട്ടിലെ എല്ലാ പ്രശ്നവും തീർന്നു. അവിടെ മണ്ണിടിഞ്ഞൊക്കെ കുറെ പേർക്ക് ആപത്ത് പറ്റി. അതൊക്കെ അറിഞ്ഞാവോ? ഒരു വീട് വെച്ചു കൊടുക്കാൻ പറ്റിയ പേര് മാറ്റിയ എല്ലാ പ്രശ്നവും തീർന്നു. ബെസ്റ്റ്.